സുഹൃത്തുക്കളെ, കഴിഞ്ഞ 52 ലെസനുകളിലായി എക്സലിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കി. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലുകളൊക്കെ തന്നെയും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തു. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതുമാണ്. എന്നാൽ ഒരു പ്രത്യേക ലെസണിൽ ഉൾക്കൊള്ളിക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കമാൻഡുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്, ചില ടിപ്സുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് നമ്മുടെ എക്സലിൻ്റെ ഉപയോഗം ഒന്നും കൂടി മെച്ചപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളാണ് ഇനിയുള്ള ചില വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം വീഡിയോകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 2 കോളങ്ങളിലായിട്ടാണ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉള്ളതെന്ന് വിചാരിക്കാം. ഇത് ഒറ്റ കോളമായിട്ട് ഉപയോഗിക്കണം. നമ്മൾ സ്ട്രിംഗ് കൺകാറ്റിനേഷൻ എന്നൊക്കെയുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. പക്ഷേ അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഏത് രീതിയിലും നമുക്ക് പരിചയപ്പെടാം. എന്താണത്? ഫ്ലാഷ് ഫിൽ എന്നാണ് അതിന് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അനു മേനോൻ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് അതുപോലെ ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ച് അടുത്ത സെല്ലിൽ നിൽക്കുന്നു. ഇനി കൺട്രോൾ ഇ അടിക്കുക. കൺട്രോൾ ഇ. അതോടുകൂടി മുഴുവനും താഴേക്ക് വന്നു. ഇനി നമുക്ക് ഇതിനെ അപ്പർ കേസ് ആക്കി മാറ്റണം എന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ള ഇതിനെ നമുക്കൊന്ന് അപ്പർ കേസ് ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? അപ്പർ കേസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അപ്പർ കേസ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. അനു മേനോൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. എൻ്റർ അടിച്ച് അടുത്ത തൊട്ട് താഴെയുള്ള സെല്ലിൽ പോയി ഇവിടെയാണ് ഇപ്പോൾ സെലക്ഷൻ ഉള്ളത്. ഇനി ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്ത് അടിക്കാം. ഇനി ലോവർ കേസ് വേണോ? ഇത് മൊത്തത്തിൽ ലോവർ കേസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലോവർ കേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അനു സ്പെല്ലിംഗ് കറക്റ്റ് ആവണേ. അനു മേനോൻ ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ച് അടുത്ത സെല്ലിൽ പോയി വീണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ഇപ്പോൾ ഈ പേരുള്ള ആളുകൾക്കൊക്കെ ഒരു ജിമെയിൽ ID ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അനു ഡോട്ട് മേനോൻ അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്നതെന്ന് വിചാരിക്കാം. anu.menon@gmail.com എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ചു. ഇവിടെ സെലക്ഷൻ വന്നു. കൺട്രോൾ ചെയ്യും. എല്ലാവർക്കും മെയിൽ കിട്ടി. ഇതായി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഫ്ലാഷ് ഫില്ലിലെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ഈ ലെസൺ സീരീസിലെ 7ാമത്തെ ലെസൺ കണ്ടാൽ മതി. സാധാരണഗതിയിൽ നമുക്ക് ഡെയിലി ടോട്ടൽ കിട്ടാൻ നമ്മളിവിടെ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു. അതേപോലെ എന്റെ സെയിൽസ് കിട്ടാൻ ഇവിടെയും സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ഓരോന്നും ഡ്രാഗ് ചെയ്ത് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഓൾട്ട് കീ പ്രസ് ചെയ്തു ഈക്വൽ ടു സൈൻ അമർത്തുക. ഒരടിക്ക് തന്നെ മുഴുവൻ ടോട്ടലും കണ്ടു. ഇവിടെ നമുക്ക് വേണ്ടി സം ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കോളത്തിലും എല്ലാ സെല്ലിലും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടേബിൾ നമുക്ക് ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കണം, ഒന്ന് ഭംഗിയാക്കണം, കളറൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കാം. നമ്മൾ ഒരു മാർഗം ഇന്ന് കൺട്രോൾ T അടിച്ച് നമ്മളിതിനെ ടേബിളാക്കി മാറ്റി പിന്നെ കൺവേർട്ട് റേഞ്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ടേബിൾ പ്രോപ്പർട്ടീസ് ഒഴിവാകാം. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈക്വൽ ടു സം എന്നൊക്കെ കൊടുത്ത് ഇവിടെ നമ്മളൊരു സമ്മ് കണ്ടു. ഇനി ഈ സമ്മ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഡ്രാഗ് ചെയ്യും താഴേക്ക്. അതോടുകൂടി ഇത് ഫുള്ള് ബ്ലൂ ആയി. ഇനി നമ്മളിവിടെ ഒരു റോ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഇൻസേർട്ട് കൊടുത്തു. അതുപോലെ എന്തായി? വൈറ്റ് ആയി. ഇനി വൈറ്റിന്റെ എവിടെയാണ് ഇൻസേർട്ട് ചെയ്തെങ്കിലോ അപ്പോൾ ബ്ലൂ ആയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ പോകും. ഇങ്ങനെ അല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ബാൻഡഡ് റോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഈ റേഞ്ചൊക്കെ ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് ഒക്കെ ഒന്ന് ഭംഗിയാക്കാം എങ്ങനെയെന്ന് നോക്കാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഇത്രയും സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ന്യൂ റൂൾസ് എടുത്തു. അതിൽ ഫോർമുല നമ്മളിവിടെ ഒരു ഫോർമുല കൊടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് കാണുന്നതിന് വേണ്ടി ഇതൊന്ന് ചെറുതാക്കാം. 2 ഫംഗ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇസ് ഈക്വൽ ടു മോഡ് എന്നുള്ള ഫംഗ്ഷൻ. മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടും. എന്തിനെയാണ് നമ്മൾ മോഡിനായിട്ട് ഉപയോഗിക്കുന്നത്? റോ നമ്പറാണ്. റോ എന്നുള്ള ഈ ഫംഗ്ഷൻ ഓരോ റോന്റെയും എത്രാമത്തെ റോ ആണ്, 2ാമത്തെ റോ ആണോ 3ാമത്തെ റോ ആണോ എന്ന് റിട്ടേൺ ചെയ്യും. ആ റോ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഇസ് ഈക്വൽ ടു 1 നമ്മൾ കൊടുക്കും. അപ്പോൾ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം 1ാമത്തെ റോ, 2ാമത്തെ റോ, അങ്ങനെ നമുക്ക് ഓരോ റോനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൾട്ടർനേറ്റ് റോസ് ആയി. അങ്ങനെ അല്ലെങ്കിൽ 0 കൊടുക്കാം. അപ്പോൾ ഓഡ് നമ്പറും ഈവൻ നമ്പറും ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇതൊരു ഓഡ് നമ്പർ ആണെങ്കിൽ അപ്പോൾ ഇതിന്റെ റിമൈൻഡർ നമുക്ക് 1 കിട്ടും ഇസിക്കൽ ടു 1 എന്ന് വെച്ചാൽ ഇത് ടോട്ടലി ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ എന്നുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോർമാറ്റ് ഇവിടെ നമ്മളൊരു ഫോർമാറ്റ് കൊടുക്കും. ഇത് ട്രൂ ആണെങ്കിൽ ഈ ഫോർമാറ്റ് വർക്ക് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് കൊടുക്കാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് ഫിൽ ഇഫക്റ്റും മോർ കളേഴ്സ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാം. ഏത് കളർ വേണമെങ്കിലും നമുക്ക് കട്ടി കൂട്ടണമെങ്കിലൊക്കെ ഇവിടെ കൂട്ടാം. അങ്ങനെയൊക്കെ ചെയ്യാം. കമ്പറും പൊതിച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടി, ഓക്കെ കൊടുക്കുന്നു. ഇനി അത് കുറച്ച് ലൈറ്റ് ആക്കണമെങ്കിൽ ലൈറ്റ് ആക്കാം, അക്ഷരങ്ങൾ കാണുന്നതിന് വേണ്ടി. എന്തായാലും നമ്മൾ ഓക്കെ കൊടുക്കുന്നു. വീണ്ടും ഒരു ഓക്കെ കൊടുക്കുന്നു. അതോടുകൂടി ഇങ്ങനെ വന്നു. ഇത്രയും കളർ എടുക്കുമ്പോൾ നമുക്കതിന്
വിസിബിലിറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ആ കളർ ഒന്ന് മാനേജ് റൂൾസിന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. കുറച്ച് ലൈറ്റ് കളേഴ്സ് നമുക്ക് ഫോർമാറ്റിൽ ഉപയോഗിക്കാം. ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. ലൈറ്റ് കളർ ഉപയോഗിക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, വീണ്ടും ഓക്കെ കൊടുക്കുന്നു, ഒരു ഓക്കെ കൂടി കൊടുക്കും. ഇവിടെ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കളർ വൈറ്റ് ആക്കാം. ഇവിടെ ഫോണ്ട് എടുത്തു, വൈറ്റ് എടുത്തു. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണം എന്ന് വിചാരിക്കാം. ഇവിടെ വേറെ കളർ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും സെലക്ട് ചെയ്യുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ എടുത്തു. ഇവിടെ അതേ ഫോർമുല തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സീക്വൽ ടു മോഡ് റോ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു. സീക്വൽ ടു നേരത്തെ 1 ആണ് കൊടുത്തത്, ഇനി 0. 0 കൊടുക്കുമ്പോൾ എന്തായി, ഈവൻ റോ നമ്പേഴ്സിലൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോർമാറ്റിൽ വേറെ ഒരു സാധനം കൊടുക്കാം. ഓക്കെ കൊടുക്കുന്നു. അപ്പം ഇനി ആ കളർ അങ്ങനെ വന്നു. ഇനി ഇവിടെ നമ്മളൊരു സീക്വൽ ടു സം എന്ന് കൊടുത്തു. നേരത്തെ മാതിരി ഇവിടെ സം കണ്ടു. ഇനി ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കൂ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, കാരണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമുല പ്രകാരമാണ്. ഇനി അതല്ല, ഇവിടെ നമ്മളൊരു റോ ഇൻസേർട്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തു. അപ്പോഴൊക്കെ ഈ വാല്യൂസ് എന്താക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ബാൻഡ് റോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഡിലീറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ വരും. ഇത് ഡിലീറ്റ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം, അപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ പ്രത്യേക കളറും ഇവിടെ കുറച്ച് ലൈറ്റ് കളർ, ഇപ്പോൾ ഒറ്റ കളർ തന്നെ എല്ലായിടത്തും വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഹെഡിങ് ഒഴിവാക്കി കൊണ്ട് സെലക്ട് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. നമ്മൾ മാനേജ് റൂൾസ് ഒന്നും കൂടി എടുക്കുന്നു. മാനേജ് റൂൾ എടുത്തു. ഈ വാല്യൂസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും മാത്രമായിട്ട് എടുത്തു, മേലെ എടുത്തിട്ടില്ല. ഓക്കെ കൊടുത്തു. അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാത്രമാക്കിയിട്ട് റേഞ്ച് നമ്മളൊന്ന് മാറ്റി കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്ലൈ കൊടുത്തപ്പോൾ മേലത്തെ പോയി. ഇവിടെ ഇപ്പോൾ വൈറ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇത് മാറ്റിയോണ്ടാണ്. ഇത് ഓട്ടോമാറ്റിക് കൊടുത്താൽ അവിടെ ബ്ലാക്ക് വരും. ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ സെൽ സ്റ്റൈലിൽ ഇവിടെ മാത്രം നമുക്ക് കട്ടിയുള്ള കൊടുക്കാം. നമ്മൾ ഈ ഇത് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് വരുത്തിയില്ല. നമുക്ക് ഇവിടെ മാത്രം ഒരു കളർ ചേഞ്ച് വരുത്താം. അഗെയിൻ നമ്മൾ മാനേജ് റൂൾസിലേക്ക് പോയിട്ട് ഇവിടെ ഫോർമാറ്റ് എഡിറ്റ് എടുത്തിട്ട് ഇവിടെ അല്പം ലൈറ്റ് ആയിട്ടുള്ള കളർ നമുക്ക് ഫോർമാറ്റിൽ ഉപയോഗിക്കാം. കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ കൊടുത്തു, ഓക്കെ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റം വരുത്തി ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ മൊത്തം സെലക്ട് ചെയ്തതും തമ്മിൽ വ്യത്യാസം. നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. ഇതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൊത്തം സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ മേലെയുള്ള കളറായിരിക്കും ഇവിടെ വരിക. ഏറ്റവും ടോപ്പിലുള്ള കളറാണ് വരിക. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുതലേ നമ്മൾ എന്തോള്ളൂ, റേഞ്ച് ഉള്ളൂ. ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ അല്ല, കാരണം റേഞ്ചിന്റെ പുറത്തേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് മൊത്തം സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ മേലെ ഫസ്റ്റ് റോ ആയിട്ട് ഒന്നും ഇൻസേർട്ട് ചെയ്യാനില്ല, ബാക്കിയൊക്കെ ഇതിന്റെ ഉള്ളിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻസേർട്ട് ചെയ്താലൊന്നും പ്രശ്നമില്ല. ഓൾട്ടർനേറ്റ് ബാൻഡഡ് റോസ് തന്നെ വരും. അപ്പോൾ ഈ കളർ സെലക്ട് ചെയ്യുന്നതും അത് ലൈറ്റ് ആക്കണോ മറ്റൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രധാനമായിട്ടും നമുക്ക് ആ ഫോർമുലയാണ് നോക്കാനുള്ളത്. ഇവിടെ റോന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു റോ നമുക്ക് അടിച്ചു നോക്കിയാൽ, റോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു റോ ബ്രാക്കറ്റ് ഇടണം. കണ്ടോ, സെക്കൻഡ് റോ ആണ്. അപ്പോൾ 2 ഇതാണ് ഇവിടെ കിട്ടുന്നത്. 2നെ 2 കൊണ്ട് അടിച്ചാൽ എന്തായി, 0 ആയി. അപ്പോൾ ഇവിടെ കളർ മാറും. അതേപോലെ ഇവിടെ അതേ ഫോർമുല നമ്മൾ ഇവിടെ കൊടുത്തു നോക്ക്, ഇവിടെ മാറ്റം വരും. ഇവിടെ 3 വരും. ഓരോ റോ നമ്പറാണ് കിട്ടുന്നത്. ഇനി മോഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. മോഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫോർമാറ്റ് അങ്ങനെ കിട്ടും. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ അങ്ങ് ഉപയോഗിച്ച് നോക്കാം. ഈ രീതിയിൽ നമുക്ക് കൃത്യമായി ബാൻഡഡ് റോ നമുക്ക് കൃത്യമായി ഉണ്ടാക്കാൻ പറ്റും. ഫോർമുല ഉപയോഗിക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മളിത് ഡ്രാഗ് ചെയ്താലോ മറ്റോ ഒന്നും തന്നെ ഇത് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളിത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ നമുക്ക്. അപ്പോൾ ഒക്കെയും ബാൻഡഡ് റോസിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സ് കഴിഞ്ഞു. ഇനി വരുന്ന ക്ലാസ്സിൽ പുതിയ പുതിയ കാര്യങ്ങളുമായി, പുതിയ ടിപ്സ്, ഏറ്റവും പ്രയോജനപ്രദമായ വളരെ ഈസി ആയിട്ട് എക്സലിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ടിപ്സുമായി വീണ്ടും കാണാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.